നമസ്കാരം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്, ബിസിനസ് ഓർഗനൈസേഷൻസ് മേ ബി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ട്ണർഷിപ്പ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് companies. Sole proprietorship means a business owned, managed and controlled by a single individual. It is a popular form of business organization. Sole proprietor is one who is the only owner of a business. The entire capital of the business is contributed by him. He is the sole recipient of all profits and bearer of all risk. Its features: single ownership. ബിസിനസ്സിന് ഒരേ ഒരു ഉടമസ്ഥൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈസ് ഓഫ് ഫോർമേഷൻ. വളരെ ലളിതമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും ഒരു വ്യക്തിക്ക് ബിസിനസ് ആരംഭിക്കുകയും അതുപോലെ തന്നെ ബിസിനസ് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഫുൾ കൺട്രോൾ. സിംഗിൾ ഓണർഷിപ്പ് ആയതിനാൽ തന്നെ പൂർണ്ണമായ തീരുമാനങ്ങൾ എടുക്കുകയും ബിസിനസ്സിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഈ വ്യക്തിയുടെ കരങ്ങളിലാണ്. നോ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ബിസിനസ്സിൻ്റെ ലാഭനഷ്ടങ്ങൾ മറ്റാരുമായി പങ്കുവയ്ക്കേണ്ടതില്ല. അൺലിമിറ്റഡ് ലയബിലിറ്റി. ബിസിനസ്സിൻ്റെ ബാധ്യത കൊടുത്തു തീർക്കുവാൻ ബിസിനസ്സിൻ്റെ ആസ്തികൾ വിറ്റിട്ട് സാധിക്കുന്നില്ല എങ്കിൽ പ്രൊപ്രൈറ്ററുടെ പേഴ്സണൽ അസറ്റ് കൂടി വിറ്റ് ബാധ്യത തീർക്കേണ്ടതായിട്ട് വരുന്നു. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസ് ഓണറെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. The death or insolvency of the owner will lead to closure of the business. Then test your understanding. Then merits of sole proprietorship. Quick decision. സിംഗിൾ ഓണർ ആയതിനാൽ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പിലാക്കുവാനും സാധിക്കുന്നു. ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ വളരെ എളുപ്പത്തിൽ ബിസിനസ് ആരംഭിക്കാനും അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ബിസിനസ് അവസാനിപ്പിക്കാനും സാധിക്കുന്നു. മോട്ടിവേഷൻ ടു വർക്ക്. ബിസിനസ്സിൻ്റെ ലാഭം മുഴുവൻ ഓണർക്ക് ലഭിക്കുന്നതിനാൽ കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പ്രചോദനം ലഭിക്കുന്നു. ദെൻ ബിസിനസ് സീക്രസി. മറ്റാരുമായി ബിസിനസ്സിൻ്റെ അക്കൗണ്ടുകളും കാര്യങ്ങളും ഒന്നും പങ്കുവയ്ക്കേണ്ടതില്ലാത്തതിനാൽ ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻ. വളരെ പെട്ടെന്ന് പുതിയ സാഹചര്യത്തിന് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കുവാനും സാധിക്കുന്നു. സ്റ്റാർട്ട് വിത്ത് സ്മോൾ ക്യാപിറ്റൽ. വളരെ കുറഞ്ഞ മൂലധനത്തോടു കൂടി പോലും ഒരു ബിസിനസ് ആരംഭിക്കുവാൻ സാധിക്കുന്നു. സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. ഈ ബിസിനസ്സിൻ്റെ സക്സസിൻ്റെ പിന്നിൽ താനാണ് എന്ന തിരിച്ചറിവ് കൂടുതൽ നന്നായി പ്രവർത്തിക്കാനും ആത്മസംതൃപ്തി ലഭിക്കുന്നതിനും ഇടയാക്കുന്നു. ദെൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. പലപ്പോഴും ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് പലരും ആരംഭിക്കുന്നത്. ദെൻ ഇതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ലിമിറ്റഡ് ക്യാപിറ്റൽ. ബിസിനസ്സിൽ ഒരു ഓണർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മൂലധനത്തിന് ഒരു പരിധിയുണ്ട്. മൂലധന പരിധി ഉള്ളതിനാൽ തന്നെ ബിസിനസ്സിന് വലിയ സംരംഭങ്ങൾ ഏറ്റെടുക്കുക പലപ്പോഴും പ്രയാസമായിരിക്കും. അൺലിമിറ്റഡ് ലയബിലിറ്റി. ദ ലയബിലിറ്റി ഓഫ് ദി പ്രൊപ്രൈറ്റർ ഈസ് അൺലിമിറ്റഡ്. ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. ബിസിനസ്സിൻ്റെ സകല കാര്യങ്ങളും അതിൻ്റെ സിംഗിൾ ഓണർ തന്നെ നിർവഹിക്കേണ്ടതിനാൽ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് കഴിവുണ്ടാവണം എന്നില്ല. അപ്പോൾ ആ മാനേജീരിയൽ സ്കില്ലിൻ്റെ കുറവ് പലപ്പോഴും ബിസിനസ് മാനേജ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു. അൺസർട്ടൈൻ ലൈഫ്. The existence of business depends upon the death or insolvency or insanity of the owner. Then test your understanding. Then next is joint Hindu family business. It is a special form of business found only in India.
The business is owned and managed by members of the Hindu undivided family. It is governed by the Hindu law. The basis of membership in business is birth in a particular family, and 3 successive generations can be members in business. The business is controlled by the head of the family, who is the eldest member and is called Karta. All the members have equal ownership right over the property of an ancestor, and they are known as co-partners. അപ്പോൾ ബിസിനസ്സിൽ ഏറ്റവും മുതിർന്ന വ്യക്തിയായ കർത്തയാണ് ബിസിനസ് നോക്കി നടത്തുന്നത്. മറ്റ് അംഗങ്ങളെ വിളിക്കുന്ന പേര് കോ-പാർട്ട്നേഴ്സ് എന്നാണ്. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് or Hindu undivided family business, the membership is by birth. Minimum 2 members are required. No limit on maximum number. Business is controlled by the eldest member, that is Karta. Other members are known as co-partners. It is governed by the Hindu Succession Act. Liability of Karta is unlimited and those of co-partners are limited. Management and control of the business is with Karta. Business continues even after the death of Karta. The next eldest member assumes the responsibility of Karta. Minors can be member because membership is by birth. No maximum limit on membership. Then merits easy formation, effective control because all decisions are taken by Karta. Continuity of business. Even after the death of Karta, the business continues. Limited liability of members. Increased loyalty because it is a family business. Then they can enjoy the benefit of division of labor and specialization. Demerits: limited resources, unlimited liability of Karta, dominance of Karta. പല തീരുമാനങ്ങളും കർത്തയാണ് എടുക്കുന്നത്. അത് പലപ്പോഴും കർത്തയും കോ-പാർട്ട്നേഴ്സും തമ്മിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടവരുത്തിയേക്കാം. ലിമിറ്റഡ് മാനേജീരിയൽ സ്കിൽ. ബിസിനസ് മാനേജ്മെൻറ്റ് ഏറ്റവും എൽഡസ്റ്റ് മെമ്പറായ കർത്തയിൽ നിക്ഷിപ്തമാണ്. കർത്ത മാനേജീരിയൽ സ്കിൽ ഇല്ലാത്ത വ്യക്തിയാണ് എങ്കിൽ അത് ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിനെ, അതിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. ദെൻ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. Then next is partnership. The Indian Partnership Act of 1932 defines partnership as the relation between persons who have agreed to share the profits of a business carried on by all or any of them acting for all. The persons who enter into partnership are individually called partners and collectively as firm. So partnership is a business owned by 2 or more persons based on an agreement. It is formed by an agreement. Minimum 2 members and the maximum number of members is 50. Liability of partners are unlimited. Partners will take decisions jointly. Mutual principal agent relationship is there. Lack of continuity. The business is affected by the death, insolvency or insanity of partners. Sharing of profit and losses. Then registration of firm is optional. Then partnership deed. The written agreement which specifies the terms and conditions that govern the partnership is called partnership deed. It contains the terms and conditions relating to the partnership and regulations governing the internal management. It should be signed by all partners and stamped properly. It is an evidence of the conditions agreed upon. It provides the basis for settlement of future disputes. Then contents of partnership deed. Name of the firm, name and address of partners, capital contributed by each partners, profit sharing ratio, duration of business, salaries and other remuneration to partners,
Interest on capital and interest on drawings. Terms for admission, retirement, etc. Terms for dissolution of firm. Method of solving disputes. Test your understanding. Then merits of partnership. Ease of formation and closure. More funds. കൂടുതൽ പാർട്ട്നേഴ്സ് ഉള്ളതിനാൽ സ്ഥാപനത്തിന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ അപേക്ഷിച്ച് അധിക മൂലധനമുണ്ടാവും. ദെൻ എഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ്. കൂടുതൽ ആളുകൾ ഫേമിലുള്ളതിനാൽ ഇഫക്റ്റീവ് ഡിസിഷൻസ് എടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ദെൻ ഷെയറിംഗ് ഓഫ് റിസ്ക്. മെയിൻറ്റെയിനിങ് സീക്രസി. ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടുകളൊന്നും പബ്ലിഷ് ചെയ്യേണ്ടതില്ലാത്തതിനാൽ ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ഡിമെറിറ്റ്സ്. അൺലിമിറ്റഡ് ലയബിലിറ്റി. നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. ഒരു പാർട്ട്ണർക്ക് തൻ്റെ ഉടമസ്ഥാവകാശം മറ്റുള്ളവർക്ക് കൈമാറുക പ്രയാസമാണ്. ലിമിറ്റഡ് റിസോഴ്സസ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ അപേക്ഷിച്ച് അധികമുണ്ട് എങ്കിൽ പോലും ബിസിനസ്സിന് വളർച്ചയ്ക്ക് ആവശ്യമായ മൂലധനം സ്വരൂപിക്കാൻ പലപ്പോഴും പങ്കാളികൾക്ക് സാധിക്കുന്നില്ല. പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്. അംഗങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും തർക്കങ്ങൾ ഉണ്ടാവാനും അവ ബിസിനസ്സിൻ്റെ തുടർച്ചയെ ബാധിക്കാനും സാധ്യതയുണ്ട്. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. The death, insolvency, insanity, etc. of the partner may lead to closure of the business. Then lack of public confidence. Test your understanding. Then different type of partners. Active partner. A partner participate in management, contribute capital, share profit. A partner who take an active part in the management of the business. Then sleeping partner or dormant partner. He do not participate in management, but he contribute capital and share profit. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും ഇടപെടാത്ത വ്യക്തി. സീക്രട്ട് പാർട്ട്ണർ. പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ് സീക്രട്ടലി, കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ, ഷെയർ പ്രോഫിറ്റ്. ബിസിനസ് പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം പങ്കാളിയാണ് എന്ന വസ്തുത രഹസ്യമായി വെക്കുന്നു. പൊതുജനത്തിൻ്റെ ദൃഷ്ടിയിൽ ഇദ്ദേഹം പാർട്ട്ണറാണ് എന്ന് തോന്നുന്ന തരത്തിൽ ഇദ്ദേഹം പെരുമാറാറില്ല. The nominal partner, partner by holding out, partner by estoppel. They are not a partner. They does not participate in management, does not contribute capital and does not share profit. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ലയബിലിറ്റി ഇവിടെ അൺലിമിറ്റഡ് ആണ്. നോമിനൽ പാർട്ട്ണർ തൻ്റെ പേര് സ്ഥാപനത്തിൻ്റെ പങ്കാളികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് അനുമതി നൽകുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ആക്ച്വലി ഒരു പാർട്ട്ണറല്ല, ലാഭവിഹിതം ലഭിക്കുന്നില്ല. പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. മറ്റുള്ളവർ താനൊരു പാർട്ട്ണറാണ് എന്ന് തെറ്റിദ്ധരിച്ചു എന്ന് ബോധ്യം വന്നാൽ പോലും ഞാൻ പാർട്ട്ണറല്ല എന്ന വസ്തുത ഇദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല. ഇദ്ദേഹത്തിൻ്റെയും ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് ഒരു പാർട്ട്ണറാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുവാൻ ഇടവരുത്തുന്നു. ഇദ്ദേഹം ആക്ച്വലി പാർട്ട്ണറല്ല, ഫേമിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ദെൻ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. Then type of partnership. Partnership can be classified on the basis of two factors, namely duration and liability. Based on duration, partnership may be partnership at will and a particular partnership. On the basis of liability, partnership may be limited partnership and a unlimited or general partnership. Partnership at will, formed for an indefinite period of time. It will be dissolved at any time by giving a notice. നിശ്ചിത കാലാവധി പറയാതെ ഒരു ഫേം രൂപീകരിക്കുകയാണെങ്കിൽ അതിനാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. അതിന് എത്ര കാലം വേണമെങ്കിലും ബിസിനസ് തുടരാം. അതേസമയം ബിസിനസ് അവസാനിപ്പിക്കാമെന്ന് ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് തോന്നുന്നുവെങ്കിൽ ആ ആഗ്രഹം മറ്റുള്ളവരെ നോട്ടീസ് മുഖാന്തരം അറിയിച്ചാൽ ഏവരും ചേർന്ന് ബിസിനസ് അവസാനിപ്പിക്കാൻ തീരുമാനിക്കാവുന്നതാണ്. ദെൻ പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് ഫോംഡ് ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ് ഓർ ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്, ഡിസോൾഡ് ഓൺ ദി എക്സ്പയറി ഓഫ് ദ പീരീഡ് ഓർ പർപ്പസ്. ഒരു നിശ്ചിത കാലാവധിക്ക് വേണ്ടി അല്ലെങ്കിൽ നിശ്ചിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സ്ഥാപനമാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ അല്ലെങ്കിൽ കാലാവധി എത്തുമ്പോൾ ആ ഫേം ഡിസോൾവ് ചെയ്യാവുന്നതാണ്.
Then general partnership, liability of partners is unlimited and joint. Partners participate in management of the firm. Registration is optional. Business affected by the death, insolvency, etc. അപ്പോൾ ജനറൽ പാർട്ട്ണർഷിപ്പിൽ പങ്കാളികളുടെ ബാധ്യത അൺലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ ലയബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ്. ലിമിറ്റഡ് പാർട്ട്ണർ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെന്റ്. രജിസ്ട്രേഷൻ ഓഫ് ഫേം ഈസ് കമ്പൽസറി. Business is not affected by the death or insolvency of the limited partner. അപ്പോൾ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ അറ്റ്ലീസ്റ്റ് വൺ പാർട്ട്ണറുടെ ബാധ്യതയെങ്കിലും അൺലിമിറ്റഡ് ആയി നിലനിർത്തുകയും മറ്റുള്ളവരെ ബാധ്യത ലിമിറ്റ് ചെയ്യും സാധിക്കുമെങ്കിൽ അതിനാണ് നമ്മൾ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഫേമിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. Then registration of firm എന്താണെന്ന് നോക്കാം. Registration of partnership firm means entering of firm's name in the register of firms kept with the registrar. It provides conclusive proof of existence of partnership firm. The registration of partnership firm is not compulsory, it is optional. However, an unregistered firm suffers from several drawbacks. Consequence of non-registration. Firms cannot sue third parties for the recovery of debt. The firm cannot file a case against the partners. A partner cannot file a suit against the firm or other partners. However, a third party is at full liberty to file a suit against any unregistered firm or against any partner for recovery of debts. Procedure for registration. In order to register a partnership, it must submit an application in the prescribed form signed by all partners, along with the prescribed fee to the registrar of firms of the state in which the firm is situated. Application should contain the following particulars: name of the firm, principal place of business, name of other place where the firm carries on business, the date when each partner joined the firm, names and permanent address of the partners, duration of partnership if any. The registrar, after approval, will make an entry in the register of firms and will subsequently issue a certificate of registration. Trust your understanding. The next is cooperative societies. It is a voluntary association of persons for the promotion of their common economic interest. The motto of cooperative society is each for all and all for each. Their basic objective is service rather than profit. A board of directors elected by members based on the principle one man, one vote will manage the business. Features: it's a voluntary association. It has a legal status. Liability of members are limited. Number of members, minimum number of members to form a cooperative society is 10 as per Indian Cooperative Societies Act, and there is no limit on maximum number of members. Control and management of the society vested in the hand of board of directors, the elected representative of member. The motive of a cooperative society is service rather than making profit. Test your understanding. Then merits: equal voting right, limited liability, stable existence. Existence is not affected by the death or insolvency of any member. Economy in operation. സാധാരണഗതിയിൽ ബിസിനസ് മാനേജ്മെൻറ്റ് ഓണററി സർവീസ് ആയിട്ട് അതിലെ മെമ്പേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിർവഹിക്കുന്നു. ഗവൺമെൻറ് സപ്പോർട്ട്, ഗവൺമെൻറ് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, സബ്സിഡീസ്, ലോ ഇൻട്രസ്റ്റ് ലോൺ ഇവയൊക്കെ നൽകാറുണ്ട്. ഈസ് ഓഫ് ഫോർമേഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വലിയ നടപടിക്രമങ്ങളൊന്നും ഇല്ല. ദെൻ ഡീമറിസ്, ലിമിറ്റഡ് റിസോഴ്സസ്, ഷെയറിൻ്റെ വില വളരെ തുച്ഛമാണ്, അംഗങ്ങൾ കൂടുതൽ ഷെയറുകൾ എടുക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന മൂലധനത്തിന് ഒരു പരിധിയുണ്ട്. ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, സാധാരണ അംഗങ്ങളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് എത്തുന്നത്, അവർക്ക് മാനേജീരിയൽ വൈദഗ്ധ്യം വളരെ കുറവായിരിക്കും. ലാക്ക് ഓഫ് സീക്രസി, ബിസിനസ്സിൻ്റെ അക്കൗണ്ടുകളെല്ലാം പരസ്യപ്പെടുത്തേണ്ടതുള്ളതിനാൽ
സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും പ്രയാസമാണ്. എക്സസ് ഗവൺമെൻറ് കൺട്രോൾ, ഗവൺമെൻറ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഖാന്തരം സംഘത്തിൻ്റെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യാറുണ്ട്, റെഗുലേറ്റ് ചെയ്യാറുണ്ട്. ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ, അംഗങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, അത് സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. ദെൻ നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ, ഒരു അംഗത്തിന് തൻ്റെ ഷെയറുകൾ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം ഇല്ല. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്: കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മാർക്കറ്റിംഗ് സൊസൈറ്റി, ഫാമേഴ്സ് സൊസൈറ്റി, ക്രെഡിറ്റ് സൊസൈറ്റി ആൻഡ് ഹൗസിംഗ് സൊസൈറ്റി. അതാത് സൊസൈറ്റി അതിലെ അംഗങ്ങളുടെ വെൽഫെയർ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ന്യായമായ വിലയ്ക്ക് എസൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ് ലഭ്യമാക്കിയാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലക്ഷ്യം വയ്ക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിലെ അംഗങ്ങൾക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സ് നന്നായി നടത്തുന്നതിനാവശ്യമായ സഹായം ചെയ്യുന്നു, അവരുടെ പ്രോഡക്റ്റിന് ഉയർന്ന വില ലഭ്യമാക്കാനും സഹായിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിലെ അംഗങ്ങളുടെ പ്രോഡക്റ്റ് അവ ഉയർന്ന വിലയ്ക്ക് മിഡിൽമെന്നിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും വിമുക്തമാക്കിക്കൊണ്ട് ഉയർന്ന വിലയ്ക്ക് അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്നതിനുള്ള സജ്ജീകരണം ഒരുക്കുന്നു. ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അംഗങ്ങൾക്ക് ഏറ്റവും മികച്ച വിത്ത്, വളം, കാർഷിക ഉപകരണങ്ങൾ ഇവയെല്ലാം ലഭ്യമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൊസൈറ്റീസ് അംഗങ്ങൾക്ക് ഏറ്റവും ന്യായമായ മിതമായ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നു. ഹൗസിംഗ് സൊസൈറ്റി അംഗങ്ങൾക്ക് പാർപ്പിട സൗകര്യം ലഭ്യമാക്കാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് joint stock company. A joint stock company is an artificial person created by law having a perpetual succession and a common seal. Total capital of the company is divided into a number of units. Each such unit is called a share. Shareholders are the owners and their liability is limited. Management of the company is in the hands of board of directors, the elected representative of shareholder. It is an artificial person created by law. It has a separate legal entity. Registration of joint stock company is compulsory. It has a perpetual succession. Control vested in the hand of board of directors. Liability of members are limited. The company has a common seat and risk bearing. Test your understanding. Merits: limited liability, shares are freely transferable, scope for expansion. Company can raise more capital by issuing more shares or debenture. It has a perpetual succession. It can be managed by professional managers. The limitation: complexity in formation. ധാരാളം നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഒന്നാണ് കമ്പനിയുടെ രജിസ്ട്രേഷൻ. ലാക്ക് ഓഫ് സീക്രസി, കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകളെല്ലാം പബ്ലിഷ് ചെയ്യേണ്ടതിനാൽ ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമാണ്. ഇംപേഴ്സണൽ വർക്ക് എൻവയോൺമെൻറ്റ്, ന്യൂമറസ് റെഗുലേഷൻസ്, ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. പലപ്പോഴും ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ ജനറൽ മീറ്റിങ്ങിൻ്റെ അപ്രൂവലൊക്കെ വാങ്ങേണ്ടി വരുന്നു, അത് തീരുമാനങ്ങൾ എടുക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും കാലതാമസം വരുത്തുന്നു. ഒളിഗാർക്കിക് മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ബൈ എ ഫ്യൂ. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി, സാഹചര്യങ്ങൾക്കനുസരിച്ച് ബിസിനസ്സിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തുക പ്രയാസമായിരിക്കും. ദെൻ ടൈപ്പ് ഓഫ് കമ്പനി, പൊതുവെ കമ്പനിയെ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി എന്നിങ്ങനെ തരംതിരിക്കുന്നു. Private company means a company which restricts the right to transfer its shares. It has a minimum of 2 and a maximum 200 members. Prohibits invitation to the public to subscribe to its shares or debentures. Private company must add the word private limited or its abbreviation as a part of its name. Then privileges of a private company. A private company can be formed by only 2 members. Can start business immediately after its incorporation, need not issue a prospectus or file a statement in lieu of prospectus. Allotment of shares can be done without receiving the minimum subscription. It need not keep the index of its members. It can be managed with the minimum 2 directors. Then public company.
A public company means a company which is not a private company. A public company is one which has a minimum of 7 members and no limit on maximum members, has no restriction on transfer of securities, is not prohibited from invite the public to subscribe its securities. Public company must add the word limited or its abbreviation to its name. The difference between private and public company. Minimum number of members, private till 2, public till 7. Maximum private till 200, public till unlimited. Then number of directors, private till minimum 2, maximum 15. Public till minimum 3, maximum 15. Then transfer of shares, private till restricted, public till no restriction. Then index of member, not compulsory in private, it is compulsory in public. Invitation to public to subscribe for share. Cannot invite the public, can invite. Commencement of business immediately after registration, after getting certificate of commencement of business. Then OPC, a company formed with only one person as a member, it is one person company. It is registered under Companies Act of 2013. It has independent existence, liability is limited. Factors affecting the choice of form of business. Cost and ease in setting up the organization. ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് വളരെ ലളിതമായി എളുപ്പത്തിൽ ബിസിനസ് ആരംഭിക്കണമെങ്കിൽ അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ട്ണർഷിപ്പോ ആണ് അനുയോജ്യം. കമ്പനി ഫോം കാലതാമസവും ഉള്ളത്, പ്രൊസീജിയറൽ സ്റ്റെപ്പ് ധാരാളം ഉള്ളതാണ്. ലിമിറ്റഡ് ലയബിലിറ്റിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കമ്പനിയോ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ ആവാം. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്. ബിസിനസ് കണ്ടിന്യൂറ്റി ആഗ്രഹിക്കുന്നു എങ്കിൽ അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കമ്പനി ഫോം ഓഫ് ബിസിനസ് ആണ്. കാരണം സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും ഒക്കെ ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഓണറാണ്. മാനേജ്മെൻറ്റ് എബിലിറ്റി വളരെ കോംപ്ലിക്കേറ്റഡ് ആയ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഒക്കെ ഉണ്ട് എങ്കിൽ അവിടെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ആവശ്യമുണ്ട്. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ കമ്പനി ഫോം ഓഫ് ബിസിനസ്സാണ് ഉചിതം. വളരെ ലളിതമായ ബിസിനസ് സംരംഭങ്ങളാണ്, ചെറിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആണെങ്കിൽ സോൾ ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ്, അധിക മൂലധനം ആവശ്യമില്ലാത്ത ബിസിനസ് ആണെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആവാം. കൂടുതൽ മുടക്കുമുതൽ ആവശ്യമുള്ള ബിസിനസ്സിന് കമ്പനി ഫോം ഓഫ് ബിസിനസ്സാണ് ഉചിതം. ഡിഗ്രി ഓഫ് കൺട്രോൾ, ബിസിനസ്സിൻ്റെ കൺട്രോൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ താല്പര്യം തീരെയില്ല എങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സാണ് ഉചിതം. ദെൻ കൺട്രോൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ട്, സന്നദ്ധമാണെങ്കിൽ അവിടെ നമുക്ക് കമ്പനി ഫോം ഓഫ് ബിസിനസ് ആവാം. നേച്ചർ ഓഫ് ബിസിനസ്, ഡയറക്റ്റ് പേഴ്സണൽ റിലേഷൻ കസ്റ്റമേഴ്സുമായിട്ട് ആവശ്യമുള്ള ബിസിനസ്സുകൾക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആണ് ഉചിതം. എന്നാൽ വലിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കസ്റ്റമേഴ്സുമായി ഡയറക്റ്റ് പേഴ്സണൽ റിലേഷൻസ് ഒന്നും ആവശ്യമില്ലാത്ത വലിയ ബിസിനസ്സുകൾക്ക് കമ്പനി ഫോം ഓഫ് ബിസിനസ്സാണ് ഉചിതം. Thank you for your cooperation.